ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനത്തിൽ ഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ക്രിസ്തുമസിനെ വരവേറ്റ് ലോകം. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളിൽ പങ്കുകൊണ്ട് വിശ്വാസികൾ. തിരുവനന്തപുരത്ത് വസന്തോത്സവത്തിന് ഇന്ന് തുടക്കം. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയുമായുള്ള ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിട്ടു. ഇന്ന് വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന. മണ്ഡലപൂജ നാളെ. 10ാം ക്ലാസ് ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് സിഇഒയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ കേരളം മറ്റന്നാൾ കാശ്മീരിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരും വാജ്പേയിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ക്രിസ്തുമസിനെ ആഘോഷപൂർവ്വം വരവേറ്റ് ലോകം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. യേശുക്രിസ്തു മുന്നോട്ട് വച്ച സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രത്യാശയുടെയും അനുകമ്പയുടെയും ഐക്യദാർഢ്യത്തിന്റെയും സാർവത്രിക സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ക്രിസ്തു പകർന്നു തന്ന പാഠങ്ങൾ എല്ലാവരെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിലൂടെ നയിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ക്രിസ്തുമസ് സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷ നിറവിൽ സംസ്ഥാനവും. ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയം തുടങ്ങിയ ഇടങ്ങളിൽ പാതിര കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ ഉച്ചസ്ഥായിയിലായി. കൺസ്യൂമർ ഫെഡ്, സഹകരണ ക്രിസ്മസ് പുതുവത്സര വിപണികളിലും ചാല, പാളയം തുടങ്ങിയ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകളിലും ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിനും ഇന്ന് തുടക്കമാകുന്നതോടെ തിരുവനന്തപുരം നഗരം ആഘോഷത്തിന്റെ പൂർണ്ണതയിലെത്തും. ഇന്നലെ രാത്രിയോടെ തന്നെ കനകക്കുന്ന്, മ്യൂസിയം, മാനവീയ വീഥി എന്നിവിടങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജനുവരി 3 വരെ ലൈറ്റ് ഷോയും വിപുലമായ പുഷ്പോത്സവവുമാണ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. പരസ്പരം അംഗീകരിച്ചും സ്നേഹം പങ്കുവച്ചും ഒരുമിച്ച് മുന്നേറണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആശയങ്ങളിലൂടെ മാനവികത ആഘോഷിക്കാമെന്ന് സാദിഖലി തങ്ങൾ പ്രതികരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ച് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികൾ. നാസ പുറത്തുവിട്ട അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ സംഘം ഭൂമിയിലുള്ളവർക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. 8 ദിവസത്തെ ദൌത്യത്തിനായി നിലയത്തിലെത്തിയ സുനിത വില്യംസ് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് തിരിച്ചുവരാനാകാതെ 6 മാസത്തോളമായി നിലയത്തിൽ തുടരുകയാണ്. ക്രിസ്തുമസ് ആയാലും ഓണമായാലും കോഴഞ്ചേരിക്കാർക്ക് തങ്ങളുടെ സ്വന്തം KSRTC ബസും ജീവനക്കാരുമില്ലാതെ ആഘോഷമില്ല. 50 വർഷത്തിലേറെയായി തിരുവനന്തപുരം, കോഴഞ്ചേരി, കൊല്ലം റൂട്ടിലോടുന്ന ബസിനെയാണ് നാട്ടുകാർ സ്നേഹച്ചരടിൽ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഘോഷങ്ങൾ എന്തായാലും കോഴഞ്ചേരിക്കാർ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ബസിനെയും ഒപ്പം കൂട്ടിയാണ് മാതൃകയാകുന്നത്. ഇന്നലെ രാത്രി 9ഓടെ തിരുവനന്തപുരത്തു നിന്നും എത്തിയ കോഴഞ്ചേരിക്കാരുടെ പ്രിയപ്പെട്ട ബസിനെ ക്രിസ്മസ് പാപ്പയും കരോൾ സംഘവും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. 1968 ആരംഭിച്ച സർവീസ് കോവിഡ് കാലത്ത് നിലച്ചെങ്കിലും നാട്ടുകാരുടെ നിരന്തര ആവശ്യപ്രകാരം പുനരാരംഭിക്കുകയായിരുന്നു. ലൈവ് ലൊക്കേഷനും വിവരങ്ങളും കൃത്യമായി അറിയാൻ കോഴഞ്ചേരി തിരുവനന്തപുരം ഫാസ്റ്റ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും വർഷങ്ങളായി സജീവമാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം കണക്കിലെടുത്ത് കൊച്ചി മെട്രോ ട്രെയിൻ കൂടുതൽ സർവീസുകൾ നടത്തും. ജനുവരി 4 വരെ വൈകുന്നേരങ്ങളിലെ തിരക്കേറിയ സമയത്ത് 10 അധിക സർവീസുകൾ നടത്തുമെന്നാണ് വിവരം. പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ സർവീസുണ്ടാകും.
ശബരിമല സന്നിധാനത്തേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിട്ടു. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ഇന്ന് വൈകിട്ട് ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ. മണ്ഡലകാലം പൂർത്തിയാക്കി നാളെ രാത്രി അടയ്ക്കുന്ന ക്ഷേത്രനട മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് തുറക്കും. തിരക്ക് കണക്കിലെടുത്ത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 10ാം ക്ലാസ് ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO M ഷുഹൈബിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഇന്നലെയും ഹാജരായിരുന്നില്ല. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു. ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറാകും. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. കണ്ണൂർ നഗരത്തോട് ചേർന്നൊഴുകുന്ന കാനാമ്പുഴയുടെ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാംഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 6,40,00,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കണ്ണൂർ മട്ടന്നൂരിൽ നാളെ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. നിർമ്മാണാനുമതി ലഭിച്ച 189 സ്മാർട്ട് അങ്കണവാടികളിൽ 117 എണ്ണമാണ് യാഥാർത്ഥ്യമായത്. ശൈത്യകാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. വരാൻ പോകുന്ന പുതുവത്സര ആഘോഷങ്ങൾ ഉൾപ്പെടെ മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശൈത്യകാലം ആരംഭിച്ചതോടെ മൂന്നാറും പരിസരങ്ങളും പതിയെ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. കാർമേഘം പൂർണ്ണമായി നീങ്ങാത്തതിനാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രഭാതങ്ങൾക്കൊരൽപ്പം കുളിര് കുറവുണ്ടെങ്കിലും തെളിഞ്ഞ ആകാശവും താഴെ പരന്ന കാഴ്ചകളും തീർക്കുന്ന വശ്യമനോഹാരിതയ്ക്ക് തെല്ലും കുറവില്ല. വരും ദിവസങ്ങളിൽ താപനില വീണ്ടും താഴുകയും ശൈത്യമേറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ശൈത്യമേറുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുകയും മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആകെയുള്ളത്. വെള്ളിയാഴ്ച നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ കേരളം ജമ്മുകാശ്മീരിനെ നേരിടും. ഇന്നലെ ഗ്രൂപ്പ് ബിയിലെ അവസാന മത്സരത്തിൽ കേരള തമിഴ്നാട് പോരാട്ടം സമനിലയിൽ കലാശിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ വഡോദരയിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 115 റൺസിന്റെ ജയത്തോടെ ഇന്ത്യ 3 മത്സര പരമ്പര 2-0 സ്വന്തമാക്കുകയായിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 27-ന് നടക്കും. ചിറപ്പ് ഉത്സവലഹരിയിൽ ആലപ്പുഴ നഗരം. പുതുവത്സര ആഘോഷത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴക്കാരുടെ ആഘോഷമായ ചിറപ്പ് ഉത്സവത്തോടനുബന്ധിച്ച് നഗരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. പുതുവത്സര ആഘോഷത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴക്കാരുടെ മറ്റൊരു ഉത്സവമാണ് ചിറപ്പുത്സവം. മുല്ലക്കൽ ക്ഷേത്രത്തിലെയും കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെയും ഉത്സവത്തിന് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. റോഡിന് ഇരുവശങ്ങളിലായി 1000-ലധികം കച്ചവടക്കാരുണ്ട്. രാത്രിയാകുന്നതോടെ ഈ 2 ക്ഷേത്രങ്ങളിലും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. അയ്യപ്പ ഭക്തന്മാരും ഇപ്പോൾ ചിറപ്പുത്സവത്തിൽ പങ്കാളികളാവുന്നുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ. ആരോഗ്യ പ്രവർത്തകരുടെ ആശയവിനിമയങ്ങളോട് MT പ്രതികരിക്കുന്നുണ്ടെന്നാണ് വിവരം. മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും ഭൂമിയിലെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സമരക്കാർ നിരാഹാരമനുഷ്ഠിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF നേതാക്കളും ഇന്ന് ഉച്ചകഴിഞ്ഞ് മുനമ്പം സമരക്കാരെ സന്ദർശിക്കും. എറണാകുളം തൃക്കാക്കരയിലെ NCC ക്യാമ്പിൽ കേഡറ്റുകൾക്കുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യം സംബന്ധിച്ച് NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ G സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷിക്കും. ക്യാമ്പ് നാളെ പുനരാരംഭിക്കുമെന്ന് ഒഫീഷ്യേറ്റിംഗ് അഡീഷണൽ ഡയറക്ടർ ജനറൽ NCC അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനത്തിൽ ഡൽഹിയിലെ സദൈവ അടൽ സ്മാരകത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ക്രിസ്തുമസിനെ വരവേറ്റ് ലോകം. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളിൽ പങ്കുകൊണ്ട് വിശ്വാസികൾ. തിരുവനന്തപുരത്ത് വസന്തോത്സവത്തിന് ഇന്ന് തുടക്കം. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയുമായുള്ള ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിട്ടു. ശബരിമലയിൽ ഇന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന. മണ്ഡലപൂജ നാളെ. 10ാം ക്ലാസ് ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEOയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ കേരളം മറ്റന്നാൾ ജമ്മുകാശ്മീരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.